ബാധിച്ചു. പിന്നെ ഈ വിക്ടിം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു പാവം കന്യാസ്ത്രീ എന്നുള്ള കൺസെപ്റ്റാണ് ആളുകൾക്ക്. അങ്ങനെയല്ല. ഇന്ത്യയിൽ 5-6 സംസ്ഥാനത്ത് മഠങ്ങളുള്ള ഒരു കോൺഗ്രിഗേഷൻ. പല കോൺവെൻറ്റ്, കേരളത്തിൽ തന്നെ 3 കോൺവെൻ്റ് ഉണ്ട്, പഞ്ചാബിലൊക്കെ 5-6 കോൺവെൻ്റ് ഉണ്ട്, ബീഹാറിൽ കോൺവെൻ്റ് ഉണ്ട്, സിംലയിൽ കോൺവെൻ്റ് ഉണ്ട്, പല സ്ഥലത്ത് പല സംസ്ഥാനങ്ങളിൽ കോൺവെൻ്റ്. അങ്ങനെ ഒരു കോൺഗ്രിഗേഷനെ മദർ ജനറലായിട്ട് 9 വർഷം ഇരുന്ന ഒരാളാണ്. അല്ലാതെ 1-2 വർഷമല്ല, 9 വർഷം മദർ ജനറലായിട്ട്. അങ്ങനെ ഒരാളെ, ഒരു സ്ത്രീയെ ചുമ്മാ ആർക്കെങ്കിലും ഈസി ആയിട്ട് ഒച്ച വെച്ചും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിക്കാമെന്ന് പറയുന്നത് അത് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ അബ്സർഡാണ്. അത്തരം വാദഗതികൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സ്ത്രീകൾ പലതരത്തിലുണ്ട്, നമുക്കങ്ങനെ ഭയപ്പെടുത്താവുന്ന സ്ത്രീകൾ കാണും. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഇവർ കൊണ്ടുവരുന്നത് എന്താ? ഒരു പാവം കന്യാസ്ത്രീ മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയം എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെയാണോ ഇത്? ക്രോണിക്കിൾ പരിശോധിച്ച് നോക്ക്. ക്രോണിക്കിൾ പരിശോധിച്ചാൽ എന്താ കാണുന്നത്? ഓരോ ദിവസവും ഈ കന്യാസ്ത്രീ വേറൊരു കന്യാസ്ത്രീയെ കൂട്ടി വിവിധങ്ങളായ കാര്യങ്ങൾക്ക് കോൺവെൻറ്റ് പുറത്തേക്ക് വരിക. അവർ മന്ത്രിമാരെ കാണുന്നു, MLA മാരെ കാണുന്നു, വില്ലേജ് ഓഫീസറെ കാണുന്നു, കളക്ടറെ കാണുന്നു, വക്കീലിനെ കാണുന്നു, പല കാര്യങ്ങൾക്കായി. അങ്ങനെ സൊസൈറ്റിയിൽ സജീവമായി ഇടപെടുന്ന ഒരു സോഷ്യൽ ബീയിങ് അവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ജ്ഞാനമുള്ള ആളാണ്, ലോകപരിചയമുള്ള ആളാണ്, അവർക്ക് കാര്യങ്ങൾ ശരി തെറ്റ് വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ്. അവരെ ബിഷപ്പ് പേടിപ്പിച്ചെന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അനിയത്തി അത് പേടിപ്പിക്കുന്നില്ല, ബിഷപ്പ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ ബിഷപ്പ് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് വന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് നാടകം കളിയാ വന്നോണം എന്ന് ബിഷപ്പ് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ മനോവികാരം എങ്ങനെയാണ്? അവരുടെ മനോവിചാരം എന്താണെന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ അനിയത്തി ബിഷപ്പ് ഹൗസിന് അടുത്തുള്ള കോൺവെൻറ്റിലെ കന്യാസ്ത്രീയാണല്ലോ, അവളെ ബിഷപ്പ് ഉപദ്രവിച്ചെങ്കിലോ, എൻ്റെ ജൂനിയർ സിസ്റ്റേഴ്സിനെ ബിഷപ്പ് പീഡിപ്പിച്ചെങ്കിലോ എന്ന് കരുതി ഞാൻ ഭയന്ന് രാത്രിയിൽ ബിഷപ്പിൻ്റെ മുറിയുടെ വാതിൽക്കൽ പോയി മുട്ടുക. അപ്പോൾ 13 പ്രാവശ്യം ബിഷപ്പിൻ്റെ മുറിയുടെ വാതിൽക്കൽ മുട്ടുന്നു, ബിഷപ്പ് കതവ് തുറക്കുന്നു, കയറ്റുന്നു. അങ്ങനെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആകെ 13 ദിവസമാണ് റേപ്പ് ചെയ്തത്. ഇതിൽ 9 ദിവസവും റേപ്പ് നടന്നു എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പിറ്റേന്ന് രാവിലെ ബിഷപ്പിൻ്റെ കൂടെ കന്യാസ്ത്രീ ബിഷപ്പിൻ്റെ കാറിൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോവുകയും ഒരു കന്യാസ്ത്രീ ഉണ്ട്, അവിടെയെല്ലാം പല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ഇതിൽ 9 ദിവസം. അപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2 കന്യാസ്ത്രീകളും പറഞ്ഞിരിക്കുന്നത്, ആ കാലഘട്ടത്തിലൊന്നും ബിഷപ്പും കന്യാസ്ത്രീയുമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഞങ്ങൾക്കൊരു അസ്വാഭാവികതയും തോന്നിയില്ലെന്നാണ്. പിന്നെ ഈ റേപ്പ് എന്ന് പറയുന്നത് 2014 മെയ് 5 മുതൽ 2016 സെപ്റ്റംബർ 23 വരെ നിലനിന്നു. അതിൽ 2016 ഏപ്രിൽ മാസം കൊണ്ട് 12 റേപ്പ് കഴിഞ്ഞു. ഏപ്രിലിന് ശേഷം ഒറ്റ റേപ്പേ ഉള്ളൂ, സെപ്റ്റംബർ 23. ഈ ഏപ്രിൽ മാസം വരെ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് ബിഷപ്പും കന്യാസ്ത്രീയായിട്ടുണ്ട്. അത് കാണാം. അവർ വളരെ സൗഹൃദ ബന്ധം അതെ കാണാം, ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്ന കാണാം. കാരണം പല സഹായങ്ങൾ ചോദിക്കുന്നു, ചെയ്തു കൊടുക്കുന്നു. അവർക്കൊരു മാഗസിനകത്തൊരു ഒരു സ്മരണീയ സിംബോറിയൻ കീപ്പാർത്തിൻ്റെ മരണശേഷം ഇറക്കിയ ഒരു സ്മരണികയിൽ ആർട്ടുകൾ പ്രസിദ്ധീകരിക്കണം. ആർട്ടുകൾ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ബിഷപ്പിന് അയച്ചു കൊടുക്കുന്നു. ബിഷപ്പ് അത് കറക്റ്റ് ചെയ്ത് ഇമെയിലായിട്ട് തിരിച്ചയക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആ മാസിക കൊണ്ടുവന്നു, അത് മാർക്ക് ചെയ്തു. ഇത് രണ്ടുകൂടെ നോക്കുമ്പോൾ കാണാം ബിഷപ്പ് അയച്ചു കൊടുത്താണ് അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞു ഇത് ഈ ഇരയായ കന്യാസ്ത്രീ തന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ അത് കറക്റ്റായി, ബിഷപ്പ് അയച്ചു കൊടുത്താണ് പ്രസിദ്ധീകരിച്ചതെന്ന് തോന്നുന്നു, ബിഷപ്പിനെ കൊണ്ട് തിരുത്തിച്ചാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്, മറ്റ് പല തെളിവുകൾ, വീഡിയോ തെളിവുകൾ, ഇതെല്ലാം കൊണ്ട് വേറെ ഫോട്ടോസുണ്ട്. ടെസ്സി എന്ന് പറയുന്നൊരു സിസ്റ്ററുടെ 2015 ടെസ്സി എന്ന് പറയുന്നൊരു സിസ്റ്ററുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ 18 ഫോട്ടോസുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് വളരെ കോഡിയൽ റിലേഷൻസാണ് ഈ ബന്ധം അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ കാലയളവിൽ ഇവർ രണ്ടുപേരും അനുവർത്തിച്ച് പോന്നിരുന്നതെന്ന് കാണാൻ കഴിയും. എന്നാൽ അതിനുശേഷം പിന്നീട് ഒരു വലിയ കാലഘട്ടം ഒന്നും പറയാതിരുന്നതിന് ശേഷം ഒരു 4 വർഷം കഴിഞ്ഞ് സുപ്രഭാതത്തിൽ റേപ്പ് എന്ന് പറഞ്ഞൊരു പരാതി പറയുന്നു. അപ്പോൾ റേപ്പിന് മുമ്പ് ആ പരാതി സഭാപരമായ തർക്കങ്ങളായിരുന്നു. പിന്നെ ആ പരാതി ഡെവലപ്പ് ചെയ്ത് അവസാനം കൂടെ കിടക്കാത്ത കൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നതായി അവസാനം വരെയും. അതായത് FI സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ 2 ദിവസം 2/6 അതായത് 20 ദിവസം മുമ്പുള്ള പരാതി കൂടെ കിടക്കാത്തതുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്ന 20 ദിവസം കഴിയുമ്പം ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ടൊരു പുതിയ വർഷം വരികയാണ്. ഈ ബിഷപ്പ് 13 പ്രാവശ്യവും എന്നെ ഡിജിറ്റലായിട്ട് പെനിട്രേറ്റ് ചെയ്തു എന്ന് പറയും. ഈ റേപ്പ് ആ ഒരു കംപ്ലൈൻറ്റിലേക്ക് വരാനിടയ സാഹചര്യം, ഈ സിസ്റ്ററിന് നേരത്തെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഈ ബിഷപ്പ് അത് സിസ്റ്ററിനെതിരായിട്ടൊരു നടപടി എൻക്വയറി ഓർഡർ ചെയ്തു. കാരണം സിസ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ഈ കേസിലൊരു സാക്ഷിയാണ്, ജയ എന്ന് പറഞ്ഞ സ്ത്രീ.
അവർ കോൺഗ്രിഗേഷന് പരാതി കൊടുത്തു. കാരണം ഈ കുറവിലങ്ങാട് പള്ളിയിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ സിസ്റ്ററുടെ ഫസ്റ്റ് കസിൻ്റെ ഭർത്താവ്, അയാൾ സുപ്രീം കോടതിയിൽ ലോയറാണ്, പക്ഷേ അയാൾ ഒരു ഹിന്ദുവാണ്. അയാൾ അവരുടെ ഇൻ്റർ റിലീജിയസ് മാരേജാണ്. അപ്പോൾ അയാൾ ഇവിടെ ഈ കോൺവെൻറ്റിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള വ്യാജേന ഈ കോൺവെൻറ്റിൽ വന്ന് 5 ദിവസം താമസിച്ചു. ഈ സിസ്റ്ററുടെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ അവർ താമസിച്ചു. അയാൾ കോൺവെൻറ്റിലെ മൂവ്മെൻറ്റ് രജിസ്റ്റർ അനുസരിച്ച് അയാൾ ഒരിക്കൽ പോലും ഈ കൺവെൻഷൻ പോയിട്ട് കാണുന്നില്ല. അങ്ങനെ അയാൾ ഇവിടുന്ന് പോയതിന് ശേഷം ഈ 27-ാം തീയതി വന്നു, സെപ്റ്റംബർ 1-ാം തീയതി പോയതിന് ശേഷം അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അവസാനം അയാളുടെ ഭാര്യ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നിലയിലേക്ക് വന്നു. ഈ ഭർത്താവ് ഭാര്യയോടെല്ലാം കൺഫസ് ചെയ്തു. അത് സംബന്ധിച്ച് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് പറയുന്നില്ല. അവസാനം ഭർത്താവ് ഭാര്യയോടെല്ലാം കൺഫസ് ചെയ്തു. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ 5 ദിവസവും ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് പോയതാണ്, കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയതൊന്നുമല്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസവും ഞങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള ഇമ്മോറൽ ബന്ധങ്ങളും ഉണ്ടായി എന്ന് കൺഫസ് ചെയ്തു. ഇതറിഞ്ഞ ഭാര്യ അപ്പം തന്നെ ഇവരെ വിളിക്കുന്നു, ഈ സിസ്റ്ററിനെ വിളിക്കുന്നു. സിസ്റ്ററും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാവും. അവർ വഴക്കിൻ്റെ ഫലമായിട്ട് രണ്ടുപേരും മാനസികമായി സുഖമല്ലാത്ത രീതിയിൽ ആ സംഭാഷണം അവസാനിക്കുന്നു. പിറ്റേ ദിവസം തന്നെ അവരെന്ത് ചെയ്തു? അവർ 8 മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിൽ നിന്ന് ജലന്ധറിലേക്ക് പോയി. അവിടെ കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ റജീനയെ കണ്ട് ഒരു പരാതി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഈ സിസ്റ്റർ അവരുടെ ഭർത്താവായി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കണം, അവരുടെ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, നടപടി സ്വീകരിക്കണം, നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ മീഡിയയുടെ മുമ്പിലേക്ക് ഈ പ്രശ്നമായിട്ട് പോകുന്നു. അപ്പോൾ വളരെ സീരിയസ് ആയി. അപ്പോൾ കോൺഗ്രിഗേഷൻ അധികാരി മദർ റജീന പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല, യു പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ്, നിങ്ങൾ എഴുതുക, അപ്പം അവിടെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി തരണം എന്ന് നിർബന്ധിച്ചു. ഒരു പക്ഷേ പിന്നീട് ഇവർ മാറിയെങ്കിലോ എന്നോർത്തായിരിക്കും നിങ്ങളുടെ കൈപ്പടയിൽ എഴുതി തരണം. ഇവർ ഡൽഹി ചെന്ന ശേഷം ഇവരൊരു 10-15 പേജുള്ള ഒരു ഇമെയിൽ വളരെ വിശദമായിട്ട് തയ്യാറാക്കി, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായിട്ട് തയ്യാറാക്കി ഇവരുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് സ്കാൻ ചെയ്തും ഇമെയിൽ ടൈപ്പ് ചെയ്തും ഗൂഗിൾ ഇമെയിൽ വഴി അയച്ചു. അങ്ങനെ 2 ഇമെയിലും കിട്ടി, അതിൻ്റെ അറ്റാച്ച്മെൻ്റായിട്ട് സ്കാൻ ചെയ്ത സ്കാൻഡ് കോപ്പിയും കിട്ടി. ഈ 2 കോപ്പിയിൽ ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് വരത്തക്ക തരത്തിലുള്ള ചില തെളിവുകളും അവരതിനകത്ത് പറഞ്ഞു. കാരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ. ഈ കന്യാസ്ത്രീയുടെ വസ്ത്രം ഊരിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഭാഗത്തുള്ള കാണാമറയത്തുള്ള 2 അടയാളങ്ങൾ ഈ ഭർത്താവ് ഈ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിന് വളരെ വലിയ പ്രോമിനൻ്റായിട്ടുള്ള ഒരു കാര്യമായി മാറി ആ ലെറ്ററിനകത്ത്. കാരണം അവരുടെ ബ്രസ്റ്റിലും അവരുടെ നേവൽ ഭാഗത്തുമൊക്കെ ഉള്ള ചില അടയാളങ്ങളാണ്. അതൊരിക്കലും ഒരു പുരുഷൻ എങ്ങനെ അറിയുന്നു? അപ്പോൾ അത് കുറച്ചുകൂടെ വളരെ സാങ്കത്യമുള്ളൊരു തെളിവായിട്ട് മാറിയുണ്ട്. പക്ഷേ ഇവർ ഈ കോൺഗ്രിഗേഷൻ്റെ പഴയ മദർ ജനറൽ ആയതുകൊണ്ട് വെറുതെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ഇത് എന്തു ചെയ്യണം? കാരണം ഇത് എങ്ങനെ എന്ത് ചെയ്താലും കോൺഗ്രിഗേഷൻ അത് വളരെ മോശമായിട്ട് വരും. നാട്ടിലറിഞ്ഞാലും പൊതു ജനസമൂഹത്തിനിടയ്ക്ക് വന്നാലും കോൺഗ്രിഗേഷൻ അവമതിപ്പുണ്ടാകുന്ന കാര്യമായതുകൊണ്ട് അവർ ബിഷപ്പിനോട് ഒരു അഡ്വൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ബിഷപ്പിനെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. ബിഷപ്പിനെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, ഇമെയിൽ ബിഷപ്പിന് കൊടുത്തു. ബിഷപ്പ് അത് വായിച്ചു. ബിഷപ്പ് സാധാരണഗതിയിൽ എന്താണോ ചെയ്യേണ്ടത് ചെയ്തു. ബിഷപ്പ് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ എൻക്വയറി ഡിസംബർ 10-ാം തീയതി ഓർഡർ ചെയ്തു. ആ എൻക്വയറി ഓർഡർ ചെയ്തതോടെയാണ് ഈ വിക്ടിമും ബിഷപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺസ്ട്രെയിൻഡാണ്. എന്നിട്ടും ബിഷപ്പിനെതിരെ ഒരാരോപണം അവർ ഉന്നയിച്ചില്ല. പിന്നെ ഉന്നയിക്കുന്നത് അവരെ ഇതിൻ്റെ പേരിൽ നടപടികളെടുത്തു. മദർ സുപ്പീരിയർ സ്ഥാനത്ത് നിന്ന് 2017 മെയ്യിൽ മാറ്റിയപ്പോഴാണ്. കാരണം അങ്ങനെ മദർ സുപ്പീരിയർ സ്ഥാനത്ത് മെയ്യിൽ മാറ്റിയതോടുകൂടി ഈ കത്ത് ഈ കോൺഗ്രിഗേഷനുള്ള എല്ലാ കന്യാസ്ത്രീകളും അറിഞ്ഞു. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ടായി. എന്താണ് സംഭവിച്ചതെന്ന് പറയണ്ടേ? അപ്പോൾ അവർ സ്വാഭാവികമായും പറഞ്ഞു, ഇത് ബിഷപ്പിൻ്റെ സോക്കേടാ, ബിഷപ്പ് എനിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ചില വേലകളാണ്. ആദ്യം ഒരു ഉയർത്തിയ ആരോപണതാ എൻ്റെ കസിൻ സിസ്റ്ററെ കൊണ്ട് ബിഷപ്പ് ഭീഷണിപ്പെടുത്തി എഴുതിച്ച കത്താ. പിന്നെ പറഞ്ഞു അവൾക്ക് അവൾ എഴുതുന്നത് ഇതൊന്നും അല്ലെന്നാണ് അവരുടെ മൊഴി. അവർ പറഞ്ഞു അവരെ കോടതി പ്രോസിക്യൂഷൻ കൊണ്ട് വിസ്തരിച്ചു. അവർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തി വഴക്കുണ്ടായാലും ഞങ്ങൾ ഇവരോട് പക വീട്ടാൻ ഇങ്ങനെ കള്ളക്കത്ത് എഴുതി അയച്ചാൽ, അങ്ങനെ ഒരു കഥയെ പറഞ്ഞു. അതിപ്പോൾ കോടതി അവിശ്വസിച്ചു. അതിൻ്റെ കാര്യം എന്നാ വെച്ചാൽ കള്ളക്കത്ത് എഴുതി അയച്ചു എന്ന് പറയുന്ന അവരുടെ തന്നെ മൊഴിയിൽ അവർ പറയുന്നത്. പക്ഷേ അന്നത്തെ ശേഷം ഞങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞിട്ടില്ല, ഫോണിൽ പോലും സംസാരിച്ചില്ല, ഇനി സംസാരിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അവരവരുടെ കുടുംബത്തിൻ്റെ ഓണറെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി വന്ന് കള്ളം പറയാറ്. പക്ഷേ അതേസമയം ഇവരുമായിട്ടൊരു കോംപ്രമൈസിന് അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല സ്വാഭാവികമായി എടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും അവരെ കോടതി അവിശ്വസിച്ചു. അപ്പം അത് തന്നെയല്ല, അവരുടെയും ആ ഇമെയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ഒറിജിനൽ കൊണ്ടുവന്നില്ല. റെജീനയുടെ നിന്ന് ഇമെയിൽ വാങ്ങിയിട്ട് ഇമെയിൽ പ്രൂവ് ചെയ്തെന്നുള്ള അർത്ഥത്തിൽ തന്നെ റെജീനയുടെ നിന്ന് അതിന് 65B സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ല.
65B സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇപ്പം ഒരു ഇമെയിൽ ആണെങ്കിലും എന്ത് ഡോക്യുമെൻറ്റ് ഡിജിറ്റൽ എവിഡൻസ് ആണെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ അറിയാം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അതിൻ്റെ ഒറിജിനൽ വാങ്ങിയിട്ട് ഫോട്ടോ കോപ്പി കൊണ്ട് കോടതിയിൽ ഹാജരാക്കി. കാരണം ഇങ്ങനൊരു സാധനം ഹാജരാക്കിയെന്നും വേണം, എന്നാൽ തെളിയിക്കപ്പെടരുത്. ഈ കത്ത് തെളിഞ്ഞാൽ, ഈ കത്ത് ഒരാൾ വായിക്കാനിടയാൽ, ഈ കത്ത് തെളിഞ്ഞാൽ ഈ കേസ് അവിടെ അവസാനിക്കുമെന്നറിയാം. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം അവർ മദർ റെജീനയാണല്ലോ ഈ ജയ പിന്നീട് കത്ത് ഇമെയിൽ അയച്ചു കൊടുത്ത റെജീനയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? റെജീനെ അവർ ഒഴിവാക്കി, റെജീനെ വിസ്തരിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റാവുമല്ലോ. അപ്പോൾ ആ ഘട്ടമായപ്പോൾ ഞങ്ങളതിനെപ്പറ്റി അന്വേഷിക്കും. ഈ ഇമെയിൽ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് ഇത് മേബിൾ ജോസഫ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഇത് പിന്നെ ഒരു ഫാദർ അഖിൻ എന്ന് പറഞ്ഞ ഒരു ഫാദർ വഴി ഇത് അതിൻ്റെ 65B കൊടുത്ത് പ്രൂവ് ചെയ്ത് മേബിൾ ജോസഫിനെയും വിളിച്ചു വരുത്തി പ്രൂവ് ചെയ്തതോടുകൂടി ഈ റെജീനയുടെ ഇമെയിൽ മനസ്സിലായി. റെജീനയ്ക്ക് ഈ ജയയുടെ ഇമെയിലിൽ നിന്ന് അയച്ചതാണെന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെ അത് എക്സിബിറ്റ് D50 എന്ന് പറഞ്ഞൊരു പ്രമാണമായിട്ട് കോടതി സ്വീകരിച്ചു. അങ്ങനെ ആ കോടതി അത് വായിച്ചു നോക്കാനും അത് നോക്കാനും മനസ്സിലായി. അതും ആ കത്ത് വായിച്ചാൽ മതി. ആ കത്ത് വായിച്ചാൽ ഇത് വളരെ നിസ്സാര കാര്യമല്ലെന്ന് മനസ്സിലാവും. കാരണം ആ കത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഈ ജയ എന്ന് പറയുന്നവരുടെ സിസ്റ്റർ പറയുന്നത് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവർ വരുന്നത്. അയാൾ വിൽപത്രം എഴുതി വെച്ചു, മരണമൊഴി എഴുതി വെച്ച ശേഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുക. കാരണം ഈ സിസ്റ്ററുമായിട്ട് അയാൾക്കൊരു അഫെയർ ആയിരുന്നുണ്ടായിരുന്നു. അഫെയർ തകർന്നു പോയതോടെ അയാൾക്ക് ജീവിക്കേണ്ടെന്ന് കരുതി അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭാര്യ വരുന്നിടത്തു നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അവരുടെ ലെറ്റർ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലെറ്റർ വളരെ നിസ്സാരമല്ല, അതിലെ അലിഗേഷൻസ് നിസ്സാരമല്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ആ ഗുരുതരമായ ആരോപണത്തിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ബിഷപ്പ് പിന്നെയും കോൺഗ്രിഗേഷൻ അധികാരികൾ എൻക്വയറി നടത്താൻ വയ്യപ്പം ബിഷപ്പ് റിമൈൻഡറോടെ കൊടുത്തു. മാർച്ചായപ്പോൾ വീണ്ടും എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതോടെ ഈ വിക്ടിമിനും അവരുടെ കൂടെയുള്ള കന്യാസ്ത്രീകൾക്കും എല്ലാം മനസ്സിലായി ബിഷപ്പാണ് ഇതിനകത്ത് ഇടങ്കോലിടുന്നത്. ഇതിനകത്ത് എൻക്വയറി നടത്തിക്കാനും നടപടിയെടുക്കാനും നിൽക്കുന്ന ബിഷപ്പാണ്, യഥാർത്ഥ വില്ലൻ ബിഷപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ എന്താ പറയുന്നത്, ദേ ടേൺ ദർ ഗൺസ് അഗെയിൻസ്റ്റ് ബിഷപ്പ്. അന്ന് പോലും ബിഷപ്പിനെതിരെ ആക്രമണമായി. ബിഷപ്പിനെ മാറ്റണമെന്നുള്ള നില ആദ്യം എടുത്തു. പിന്നെ ബിഷപ്പിനെ ഭേദ്യം ചെയ്യും, മർദ്ദിക്കും. അങ്ങനത്തെ ആക്രോശങ്ങളായി. ഇവർ കന്യാസ്ത്രീകളായിട്ടുള്ള അനുപമയും മറ്റേ ഈ കേസിലെ വിക്ടിമും കൂടി ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, ബിഷപ്പിൻ്റെ പേരെഴുതിയിട്ട് ആത്മഹത്യ എന്ന് പറഞ്ഞു. ബിഷപ്പ് അപ്പോൾ ജലന്ധർ പോലീസിൽ 2017 നവംബർ മാസം 30 ബിഷപ്പ് ജലന്ധർ പോലീസ് പരാതി എഴുതി കൊടുത്തു. ഇങ്ങനെ ഈ കേസ് വരുന്നതിന് 7 മാസം മുമ്പ് ബിഷപ്പ് ജലന്ധർ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇവരുടെ 2 പേര് പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് പറയുന്നു, നടപടിയെടുത്താൽ എന്ന് പറഞ്ഞ്. അതിനുശേഷം അങ്ങനെ എഴുതി കൊടുത്ത് ഇവരെ വിളിച്ചു. ഇവർ മനസ്സിലായി ഇവർക്ക് അങ്ങനെ പരാതി ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ അതിനുശേഷം ഒന്നും ചെയ്തില്ലല്ലോ. അതിനുശേഷം ഈ ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയി വധിക്കുമെന്ന് ഈ വിക്ടിമായിട്ടുള്ള കന്യാസ്ത്രീയുടെ ബ്രദർ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ബിഷപ്പിന് വേണ്ടി സഭയുടെ PRO പീറ്റർ കാവമ്പുറം എന്ന് പറയുന്ന ആൾ കോട്ടയം SP-ക്ക് പരാതി കൊടുത്തു. 2018 ജൂൺ മാസം 17 പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 23 കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിനകത്ത് ഈ പറയുന്ന 5 കന്യാസ്ത്രീകളുടെയും ബന്ധുക്കൾ പ്രതികളാണ്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. ആ കേസ് ഇപ്പോഴും പാലാ മജിസ്ട്രേറ്റ് കോടതി നിലനിൽക്കുന്നുണ്ട്. പോലീസ് സബ്സിക്വൻ്റായിട്ട് അന്വേഷിച്ചതിന് റഫർ ചാർജ് കൊടുത്തു. പക്ഷേ ബിഷപ്പ് അതിന് ആക്ഷേപം കൊടുത്തിട്ടുണ്ട്, റഫർ ചാർജിന് ആക്ഷേപം കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇനിയും ഗൗരവമായിട്ട് നടത്തേണ്ടി വരും. ആ കേസ് മരിച്ചുപോയി നമുക്കറിയാൻ കഴിയില്ല. ആ കേസ് ഡോർമെൻ്റ് ആണെന്നേ ഉള്ളൂ. ഇനി അത് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ ബിഷപ്പ് കന്യാസ്ത്രീക്കെതിരെ ബന്ധുക്കൾക്കെതിരായിട്ട് പരാതി കൊടുത്തു. അവരെ പോലീസ് വിളിപ്പിച്ചതോടെ വക്കീലിനെ കാണലായി, എറണാകുളത്ത് പോകലായി, ഡിസ്കഷനായി, കഥ മാറി. ആദ്യമായിട്ട് റേപ്പ് സംബന്ധിച്ചുള്ള അലിഗേഷൻസ് സർഫസ് ചെയ്തു.